കൂവപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോസായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂവപ്പൊടി ഉണ്ടാക്കാൻ കൂവ കളച്ചിട്ട് അത് നല്ലോണം വൃത്തിയായി കഴുകിയിട്ട കൂവയാണ് ഇത് കാണുന്നത്. അതിൻ്റെ വേരും മണ്ണൊക്കെ കളഞ്ഞ് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കഴുകിയിട്ട കൂവയാണ് ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ ചെറുതായി ചെത്തിയെടുക്കണം. അപ്പോൾ ഇത് ചെത്തിയെടുത്തിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് കാണാൻ നമ്മൾ കഴുകിയെടുക്കുന്നതാ. അപ്പോൾ ഇത് വേരും മണ്ണൊക്കെ കളഞ്ഞ കൂവയാണ്, എന്നാലും ഉണ്ടാവും ചളി. അപ്പോൾ അത് കഴുകിക്കാണ്. നല്ലോണം കഴുകി വൃത്തിയാക്കിക്കാനുള്ള ഇതാണ്. ഇതിൽ നല്ലോണം കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ടാൽ ഈ ചളി പൊതിർന്ന് കിട്ടുള്ളൂ. അപ്പം ഇനി അത് നമ്മൾ കുറച്ച് കഴുകി വെച്ചിട്ടുണ്ട്. അത് ചെത്തി കഴിഞ്ഞിട്ട് അപ്പത്തിന് ഇത് ഈ ചളി പൊതിരും. അപ്പോൾ ഈ ചളി കളഞ്ഞ് ഒന്നുകൂടെ കഴുകിയിട്ട് ഇതും ചെത്തിയെടുക്കാം. എന്നിട്ട് ഒന്നായിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് അരക്കുകയാണ് ചെയ്യണത്. നമ്മൾ കുറച്ചധികം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് മിക്സിയിൽ അരക്കാനൊന്നും കഴിയൂല. അതുകൊണ്ട് അരക്കാൻ പോണത് ഒന്ന് ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യമൊരു ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിരുന്നു. ആ ശർക്കര മൈലാഞ്ചി ഒന്നാണ് ഇട്ടത്. കൂവയിൽ പൊടി എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉള്ളത് അറിയിച്ചാൽ ഈ കൂവച്ചെത്തിയിൽ നീല കളറായിട്ട് വരുന്നുണ്ട്. ആ നീല കളറുണ്ടെങ്കിൽ കൂവക്ക് പൊടി ഉണ്ടാവുന്നതാണ്. അതിൻ്റെ തള്ളായിട്ട് വരുന്ന ഇതിലാണ് കൂടുതലായിട്ട് പൊടി കിട്ടുക. ഇതിനൊക്കെ നല്ല നീല കളറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പൊടി ഉണ്ടാവും. അപ്പോൾ നമ്മളെ കുവയൊക്കെ ക്ലീനാക്കി കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ടൊക്കെ പൊടിയുണ്ട്. നമുക്ക് ശുദ്ധമായ കൂവപ്പൊടി ഉണ്ടാക്കി സെറ്റാക്കാം. ഇത് മില്ലിൽ കൊണ്ടുപോയിട്ടാണ് അരക്കണത്. ഒരു 10-15 കിലോനൊക്കെ ഉണ്ടാവുമായിരിക്കാം. ഹലോ, അപ്പോൾ നമ്മളെ കൂവ അരച്ച് കിട്ടിയിട്ടുണ്ട്. അരച്ച് കിട്ടിയപ്പത്തിന് മഗ്‌രിബ് ആയിക്കണ്. അപ്പം ഇനി നമ്മൾ മഗ്‌രിബൊക്കെ നിസ്കരിച്ചിട്ടാണ് ഇത് പിയ്യട്ടോ. അല്ലാഞ്ഞാൽ ഇത് വെച്ചിക്കാണ് നാളെ പിയ്യാനൊന്നും പറ്റില്ല. അതിപ്പോൾ തന്നെ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ 2 ബക്കറ്റിനായിട്ടാണ്. ഇതിൽ ഏകദേശം ഞങ്ങൾ പിഴിഞ്ഞെടുത്ത് ആയിട്ടുണ്ട്. ഇങ്ങനൊരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് തുണി കെട്ടിക്കാണ്, നല്ല വെള്ള തുണി കെട്ടിക്കാണ് പിയ്യുക. ആദ്യം ഒന്നീ പിഴിഞ്ഞെടുക്കുക, എന്നിട്ട് പിന്നെ രണ്ടാമത് വീണ്ടും ആ ചണ്ടി ഒന്നുകൂടി പിഴിഞ്ഞെടുക്കുക. ഇത് പിഴിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ആക്കിയാണ്. ഇതാ ചണ്ടി, ഇത് വേസ്റ്റ് ചണ്ടിയാണ്. ഇത് നിലത്ത് പരത്തണ്ട വെച്ചിട്ട് ബക്കറ്റിലിട്ട് വെച്ചത്. പുറത്തേക്ക് ഈ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുക, തണുപ്പുണ്ടായിക്കോളും. അപ്പം നമ്മൾ കുറച്ച് പിഴിഞ്ഞെടുക്കട്ടെ.
അപ്പോൾ ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കാം, നല്ലോണം പിഴിഞ്ഞെടുക്കുക. രണ്ട് പാത്രത്തിൽ 2 പ്രാവശ്യമായിട്ടാണ് പിഴിഞ്ഞെടുക്കുന്നത്. ഇത് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് ഞങ്ങൾ വെള്ളം ഊറി പൊടിയാക്കിയിട്ട് കാട്ടിത്തരാം. പൊടിയാക്കിയിട്ട് വെള്ളമൊക്കെ മാറ്റണത് കാണിച്ചു തരാം. ഇത് ഒക്കെ പിയണത് കാണിച്ചു തരുമ്പോഴത്തേന് വീഡിയോ ലോങ് വീഡിയോ ആയി മാറും. അതുകൊണ്ട് ഇനി കട്ട് ചെയ്തിട്ട് വീഡിയോ ഇടാം. പൂവ അരച്ച പൂവയാണ്. അരച്ച പൂവ പിയണതാണിത്. അത് ഫസ്റ്റ് ട്രിപ്പായിട്ടും ഇത് സെക്കൻഡ് ട്രിപ്പായിട്ടും പിയണതാണ്. ഇതിലിങ്ങനെ കളിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മളെ കുകൻ്റെ പൊടി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ തെളിഞ്ഞ് ഇനി നമുക്കിത് ഊറ്റിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കാം. ഇനിയുള്ള വീഡിയോസ് ഒന്നും എടുക്കണില്ല, ഇനി വെയിലത്ത് വെച്ച് ഉണക്കാനേ ഉള്ളൂ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഊറ്റി നമ്മളെ പൊടിയത്തെ മട്ടൊക്കെ പോയിട്ടുണ്ട്. ഇത് പൊടി മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ.